നമ്മൾ പെട്രോൾ അടിക്കുമ്പോൾ നമ്മൾ വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ അതിൽ റിസർവ് ഉണ്ട്. എന്താണ് റിസർവ്? എനിക്കൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് ആ സമയത്താണ് നമ്മളെ റിസർവിൽ എണ്ണ അടിക്കാൻ പറ്റുള്ളൂ, എടുക്കാവുള്ളൂ. ഇപ്പം ചില ആളുകൾ കണ്ടില്ല, നിങ്ങൾ ചുറ്റും നോക്കിയാൽ ചില ആൾക്കാരുണ്ട് ഇങ്ങനെ ആ വരങ്ങനെ ലാസ്റ്റ് ഏറ്റവും താഴത്തെത്തിയിട്ട് പെട്രോൾ അടിക്കുന്ന ആൾക്കാരുണ്ട്. അവരൊരിക്കലും ഒരു ഓൺട്രപ്രണർ മൈൻഡ് സെറ്റുള്ള ആളുകളായിരിക്കില്ല. ഓൺട്രപ്രണർ എപ്പോഴും ഒരു ഹാഫിൻ്റെ താഴോട്ട് ആവില്ല. അവന് അറിയാം ഇതെന്തായാലും വേണ്ട സംഭവമാണ്, ഫ്യൂവൽ എനിക്ക് വേണം, എനിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ എൻ്റെ വണ്ടിയിൽ എപ്പോഴും ഫ്യൂവൽ വേണം. അതുകൊണ്ട് ഞാൻ ഒന്നുകിൽ ഫുള്ള് അടിക്കും, ഫുള്ള് കുറയുമ്പോൾ എന്ത് ചെയ്യും, ഹാഫ് ആകുമ്പോഴേക്ക് അടിച്ചു വെക്കും. ഇൻ കേസ് എപ്പോഴെങ്കിലും മറന്നു പോയാൽ ലാസ്റ്റാണ് ഈ റിസർവ് ഉപയോഗിക്കുക. ഈ റിസർവ് ഉള്ള ആളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമില്ല. എന്നാൽ ചില ആൾക്കാരുണ്ട് എന്ത് ലാസ്റ്റിൽ എപ്പോഴും വറ്റിയിട്ടടിക്കുന്ന ആൾക്കാർ, ഇടയ്ക്കിടയ്ക്ക് വൈക്കലാകുന്ന ആൾക്കാരുണ്ടാവും അല്ലേ? ഈ വൈക്കലാകുന്ന ആൾക്കാരാണ് ഇപ്പം പെട്ടത്. അവനെ സംബന്ധിച്ചിടത്തോളം ഇവന് റിസർവ് ഇല്ല. അവൻ എന്താണ് വരുന്നിടത്ത് വെച്ച് കാണട്ടെ എന്നുള്ള രൂപത്തിൽ ചിലപ്പോൾ അവൻ അവിടെ എത്തും, ചിലപ്പോൾ അങ്ങനെ കഷ്ടിച്ച് പമ്പിലെത്തും, ചിലപ്പോൾ റോഡിന് നടുവിലാവാൻ സാധ്യതയുണ്ട്. ഒരു ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാൽക്കുലേറ്റഡ് റിസ്ക് എടുക്കാവുള്ളൂ. കാൽക്കുലേറ്റഡ് റിസ്ക് എടുക്കണം, നമ്മൾ പ്രിപ്പയർ ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. അപ്പം ഈ ഫിയർ ഉള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഓക്കെ, പാനിക്കായെ സംബന്ധിച്ച് ഈ ഒരു റിസർവും ഇല്ലാത്ത ആളെ സംബന്ധിച്ചിടത്തോളം അയാൾ കംപ്ലീറ്റ്ലി പാനിക്കായി. അയാൾ പിന്നെ നോക്കുന്നത് എവിടത്തേക്കാണ്? നമ്മളെ കയ്യിലൊരു ഫോണുണ്ട്, ആ ഫോണിലേക്കുള്ള ന്യൂസ് ഓപ്പൺ ചെയ്യും, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലേക്ക് നമ്മൾ പോകും. ഈ സോഷ്യൽ മീഡിയയിൽ ഉള്ള നമ്മൾ മനസ്സിലാക്കണം, മീഡിയനെ നമുക്ക് കുറ്റം പറഞ്ഞിട്ട് കാര്യം, അവരുടെ ബിസിനസ് എന്താണ്? നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ന്യൂസുകൾ കാണിച്ചു തന്നിട്ടാണ് അവർ ക്യാഷ് ഉണ്ടാക്കുന്നത്. അവർ അങ്ങനെയാണ് ബിസിനസ്. ഈ സോഷ്യൽ മീഡിയയിൽ എല്ലാ ക്രിയേറ്റേഴ്സിനും ഓരോരുത്തർക്കും ഓരോ ഇൻറ്റൻഷനാണുള്ളത്. നമ്മളവിടെ പോകുന്നു, ഈ നെഗറ്റീവ് ന്യൂസ് കാണുന്നു, നമ്മളെ സർക്കിളിലേക്ക് വിളിക്കുന്നു, നമ്മുടെ ഫാമിലി എല്ലാവരും ഒരു പാനിക്കിലേക്കാണ് പോകുന്നത്. എല്ലാവർക്കും ഫിയറിനെ കുറിച്ച് പാനിക് വന്ന് എന്താ ചെയ്യുക. ആസ് എ ബിസിനസ് ഓണർ നമ്മൾ ലീഡറാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഫാമിലിയിലെ ലീഡറാണ്. ഫാമിലി കംപ്ലീറ്റ്ലി നമ്മളെ ഡിപ്പെൻഡഡ് ആണ്. നമ്മളുടെ ടീം നമ്മളാണ് ലീഡർ. നമ്മുടെ സപ്ലൈസ് അവർക്കും നമ്മളാണ് ലീഡർ. നമ്മളെ കസ്റ്റമേഴ്സ് അവർക്കും നമ്മളാണ് ലീഡർ. ഈ പാനിക്കായ സമയത്ത് നമുക്ക് റിസർവ് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ കോൺഫിഡൻ്റ് ആവും. നമ്മളെ കയ്യിൽ റിസർവ് ഫണ്ട് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി കോൺഫിഡൻ്റ് ആവും. പലരും പറ്റിപ്പോകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റിസർവ് ഫണ്ടൊന്നും അതായത് നമ്മൾ ബിസിനസ് സ്മൂത്തായിട്ട് റൺ ചെയ്യുന്ന സമയത്ത് നമ്മളെന്ത് ചെയ്യും, ഈ ക്യാഷ് ഫ്ലോ മാനേജ്മെൻറ്റിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. നമ്മൾ ക്യാഷ് ഫ്ലോ എന്നുള്ളത് നമ്മളെ കയ്യിലില്ലാത്തത് കൊണ്ട് തന്നെ, ക്യാഷ് ഫ്ലോ ഇല്ലാത്ത ആൾക്കാരെ ഒരിക്കലും റിസർവ് ചെയ്യാൻ പറ്റില്ല. ആക്ച്വലി നമ്മൾ പറയും പ്രോഫിറ്റിൻ്റെ ഒരു പെർസെൻറ്റേജ് ആണ്, 10 or 5, 15 ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ബിസിനസ് ആണ് റിസർവ് എന്ന് പറയും. ഇവൻ പ്രോഫിറ്റ് അല്ലെങ്കിൽ പോലും നമ്മൾ പറയും ഇൻകത്ത് നിന്നാണെങ്കിൽ പോലും പ്രോഫിറ്റ് എടുക്കുന്നതിന് മുന്നേ, ലൈക്ക് പ്രോഫിറ്റ് എടുക്കാതെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, റിസർവ് ചെയ്യും. 2 രൂപത്തിലും ചെയ്യും. അപ്പം പ്രോഫിറ്റിന് വെയിറ്റ് ചെയ്യാതെ നമ്മളെപ്പോഴും അതൊരു എക്സ്പെൻസ് പോലെ റിസർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സിറ്റുവേഷൻസിനെ പ്രിപ്പയർ ആയിട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു.